we discuss about analytical meaning of education. എഡ്യൂക്കേഷൻ്റെ അനലിറ്റിക്കൽ മീനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ എഡ്യൂക്കേഷൻ നോട്ട് ലിമിറ്റഡ് ടു നോളജ് ഇമ്പാർട്ടഡ് ഇൻ എ സ്കൂൾ. അതെന്താണ്? സ്കൂളിൽ മാത്രം നമുക്ക് ലഭിക്കുന്നതൊന്നല്ല. എവരി വൺ ലേൺ സംതിങ് ഓർ അതർ ത്രൂ ഔട്ട് ലൈഫ് ബൈ വേരിയസ് എക്സ്പീരിയൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. നമുക്ക് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് എന്താണ്? ഒരു സ്കൂള്, അതിൻ്റെ ഒരു സിലബസ്, അക്കാദമിക് സിലബസ്, ഇതൊക്കെയാണ് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരിക. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാനില്ല, ഒരു ലിമിറ്റഡ് നോളജ് അല്ല. അത് സ്കൂളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നതല്ല. അത് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്? നമുക്ക് ത്രൂ ഔട്ട് ലൈഫാണ്. അത് നമ്മൾ ഓരോ ത്രൂ ഔട്ട് ലൈഫ് നമ്മൾ പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടും ഓരോ ആക്ടിവിറ്റീസിൽ നിന്നൂടെയൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുക്കിംഗ് ഒന്നും സ്കൂളിൽ പോയി പഠിക്കണതല്ല. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അത് തെറ്റുമ്പോൾ, ഇപ്പോൾ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാണ്ട് തീയിലൊക്കെ തൊടുമ്പോൾ പൊള്ളണുണ്ട്. അപ്പോൾ അതെന്താണ്? അവർ ലൈഫ് എക്സ്പീരിയൻസ് എന്നും ആ ഒരു ആക്ടിവിറ്റീസ് എന്നുമാണ് അത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാനില്ല, ഇറ്റ് നോട്ട് ലിമിറ്റഡ് ടു നോളജ് ഇമ്പാർട്ടഡ് ഇൻ സ്കൂൾ. സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല നോളജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് എഡ്യൂക്കേഷൻ ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്സ് ഇന്നീറ്റ് പവർ. എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു കുട്ടിയിലുള്ള ഇന്നീറ്റ് പവറിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. Then next point, education as a dynamic process. Education is not static but a dynamic process. Education എന്താണ്? ഒരു സ്റ്റാറ്റിക് അല്ല, അതെപ്പോഴും ഇങ്ങനെ ചേഞ്ചബിൾ ആകും. ഡൈനാമിക് പ്രോസസ്സാണ്, അതിനെപ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആസ് എ ട്രൈപോളാർ പ്രോസസ്സ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രൈപോളാർ പ്രോസസ്സാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടീച്ചറുണ്ട്, ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഒരു സൊസൈറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ട്രൈപോളാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ജോൺ ഡെവി എഡ്യൂക്കേഷൻ ഹാസ് ടു ആസ്പെക്ട്, സൈക്കോളജിക്കലും ഉണ്ട്, സോഷ്യോളജിക്കലും ഉണ്ട്. ജോൺ ഡെവി ഈസ് എ അമേരിക്കൻ ഫിലോസഫർ, സൈക്കോളജിസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ റിഫോമർ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻസ് ആണ്. എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻസ്. അതിന് കുറേ ആൾക്കാർ, കുറേ റിഫോമേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് പറയണത്. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഒക്കെ ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. നമുക്ക് അറിയുന്ന ആളാണ്, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ, എല്ലാവർക്കും അറിയുന്ന ആളാണ്. He defined education as the widest road leading to the solution of all our problems is education. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനിലേക്ക് നയിക്കുന്ന ഒരു വൈഡസ്റ്റ് റോഡാണ് എന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ ഹെർബർട്ട് സ്പെൻസർ, ദ ഗ്രേറ്റ് ഇംഗ്ലീഷ് ഫിലോസഫർ ആൻഡ് സൈക്കോളജിസ്റ്റ്, അയാൾ ഡിഫൈൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഈസ് കംപ്ലീറ്റ് ലിവിങ് എന്നാണ്. എഡ്യൂക്കേഷൻ എന്താണ്? ഒരു കംപ്ലീറ്റ് ലിവിങ് ആണ്. നമ്മുടെ ജീവിതം പൂർണ്ണമാക്കുന്നത് എഡ്യൂക്കേഷൻ എന്നാണ് ഹെർബർട്ട് സ്പെൻസറിൻ്റെ വാക്കുകൾ. ദെൻ ജോൺ ഡെവി, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആളാണ് ജോൺ ഡെവി. അമേരിക്കൻ ഫിലോസഫറാണ്, സൈക്കോളജിസ്റ്റാണ്, ഒരു എഡ്യൂക്കേഷണൽ റിഫോമറും കൂടിയാണ് ജോൺ ഡെവി. He says education in the broadest sense is the means of the social continuity. എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു സോഷ്യൽ കണ്ടിന്യൂറ്റിക്കുള്ള ഒരു മീൻസ് ആണെന്നാണ് ജോൺ ഡെവി പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്വാമി വിവേകാനന്ദയുടെ വേർഡ്സുകളാണ്. He says education is the manifestation of the divine perfection already exists in man. നമ്മൾ ഒരു മനുഷ്യനിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണതയുടെ, ഒരു ഡിവൈൻ പെർഫെക്ഷൻ്റെ മാനിഫെസ്റ്റേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഒരു ഡിവൈൻ പെർഫെക്ഷൻ. നമ്മൾ ഓൾറെഡി എല്ലാ മനുഷ്യന്മാരിലും ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് എന്തെന്ന് പറയണത്, എഡ്യൂക്കേഷൻ എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ പറയുന്നത്. ദെൻ നമുക്ക് MK ഗാന്ധിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് എഡ്യൂക്കേഷനെ പറ്റി. മൈ എഡ്യൂക്കേഷൻ ഐ ബീൻ ഓൾ റൗണ്ട് ഡ്രോവിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ വി ഡിസ്കസ് അബൌട്ട് നേച്ചേഴ്സ് or characteristics of education. It is a lifelong process. ജീവിതത്തിലുടനീളം എന്ത് നടക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ഇസ് എ